ഹായ് ഹലോ, കുറേ നാൾ കൂടിയിട്ടുള്ള എൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഒരു തേഴ്സ്ഡേ ഈവനിങ് നോർമലി എന്തായിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും വിശേഷം എന്ന് അറിയാനുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്നിരിക്കുന്ന അവളുടെ കാർ വാഷിങ്ങിനാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ടൈമിൽ ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഫോട്ടോസും. കാർ വാഷിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ചായ കുടിക്കാനാണ് കേട്ടോ. അതാണല്ലോ നമ്മളുടെ മെയിൻ പരിപാടി. അപ്പോൾ ഈ കണ്ണട ഞാൻ ഈ എടുക്കാണ്ട് വെക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് ടൈം വെക്കാൻ തുടങ്ങുമ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ താഴെ പോയി ഇറങ്ങി വരുന്നൊക്കെ അങ്ങനെ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉടുപ്പി ഹോട്ടലിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ സ്പെഷ്യൽ മസാല ദോശയും പിന്നെ പാനിപൂരിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എന്നിട്ട് ഞാൻ അവരോട് ഫസ്റ്റ് അത് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം വന്നു കഴിഞ്ഞാൽ ഞാനെല്ലാം ഉണ്ടാവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാനത് ഒരുപാട് കഴിക്കും. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം നമ്മളുടെ സ്പെഷ്യൽ മസാല ദോശ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഗീൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഇഡ്ലീൻ്റെ പൊടി വെതറിയിട്ടുണ്ട്, കാഷ്നട്ട്സ് അതുപോലെ തന്നെ മുന്തിരി എല്ലാം വറുത്ത് അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നല്ല അടിപൊളി ചായയും കൂടെ കുടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു പുതിയ പ്ലാനിങ് ഉണ്ടേ. അപ്പോൾ വീട്ടിൽ വന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് നേരെ പോകേണ്ടത് ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബീച്ചിൽ കുളിക്കാൻ പോവുകയാണേ. അപ്പോൾ ഈ ഒരു ഐറ്റം ഞാൻ അവിടെ പോയിട്ട് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. കപ്പയും മീനും മീനച്ചാറും. അപ്പം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് നമ്മളിതാ വണ്ടിയിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പോയാലോ. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്ഥലം എത്തി കേട്ടോ. നല്ല അടിപൊളി ഒരു വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ വണ്ടി ഇതേപോലെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നടന്നാണ് അങ്ങോട്ട് പോകുന്നത്. ബീച്ച് കാണുന്നതാണ് കേട്ടോ. ഇരുട്ടായതുകൊണ്ടാണ് ഫുള്ള് നമുക്ക് കാണിക്കാൻ പറ്റത്. പകലായിരുന്നെങ്കിൽ സൂപ്പർ വീഡിയോ ആയിട്ട് എടുക്കായിരുന്നു. പക്ഷേ ഇരുട്ടായതുകൊണ്ട് നമുക്ക് ബീച്ചും കാര്യങ്ങളും ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ശുങ്കുത പാട്ട് വെക്കാനായിട്ട് ഇതെല്ലാം എടുത്തുകൊണ്ടാണ് കേട്ടോ വന്നത് തന്നെ. അപ്പം ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. വെള്ളം കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇത് ഫുള്ള് വെള്ളമാണ്. നമ്മൾ ഇവിടെയാണ് കുളിക്കാൻ വരുന്നത്. കൂടിയുള്ള നല്ല 80s ആയതുകൊണ്ട് ശുങ്കുര പാട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതാണ് അവൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കണേ. പിന്നെ നമ്മൾ സ്പ്രൈറ്റ് വെച്ചിട്ട് ചിയേഴ്സ് അടിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ടച്ചിങ്സ് ആയിട്ട് ഇത് ഐറ്റംസ് എല്ലാം കഴിച്ചു. എന്നിട്ട് നമ്മൾ നേരെ കുളിക്കാനായിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം എന്തെങ്കിലും വീഡിയോ എടുക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പറ്റില്ല. ഇറങ്ങുന്നതനുസരിച്ച് ആഴം കൂടി വരുന്നുണ്ട്. ഞാനൊരു കഴുത്തറ്റ വെള്ളമൊക്കെ ആയപ്പോഴേക്കും ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അങ്ങോട്ട് കുറച്ച് ആഴം കൂടിയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഭയങ്കര ഉപ്പ് കുറുക്കി വെച്ച പോലത്തെ വെള്ളം ആയതുകൊണ്ട് തുള്ളി വീഴുമ്പോഴേ നമുക്ക് കണ്ണിലൊക്കെ വല്ലാണ്ട് നീറുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ കല്ലെന്ന് പറയുന്നത് നല്ല കൂർത്തിട്ടുള്ളതാണ് കേട്ടോ. കാലൊക്കെ നല്ല അടിപൊളിയായിട്ട് മുറിയും. അതേപോലത്തെ കൂർത്ത കല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുളി എനിക്ക് 2-3-4 മണിക്കൂർ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 4-5 മണിക്കൂർ എന്തായാലും നിന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രാത്രി 2:30 ആയപ്പോഴാണ് വെള്ളത്തിൽ നിന്ന് കയറിയത്. വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. ആകപ്പാടെ ഇറങ്ങിയിട്ട് കയറണം എന്നില്ലാത്ത അങ്ങനത്തെ ഒരു മൈൻഡായി. കാരണം സൂപ്പറായിട്ടുള്ളൊരു വൈബായിരുന്നു കേട്ടോ. തിരിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ വല്ലാണ്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ നമ്മളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് എന്തായാലും വീണ്ടും കുളിക്കണം. കാരണം ഇതുവരെ ഉപ്പുവെള്ളത്തിലുള്ളൊരു കുളിയായിരുന്നല്ലോ. അപ്പോൾ വീട്ടിൽ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു തേഴ്സ്ഡേ ഈവനിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.